കേരളത്തിലെ ചില വഴികളിലൂടെ, പ്രത്യേകിച്ച് പഴയ ഗ്രാമപ്രദേശങ്ങളിലെ ആൽമരങ്ങളിലൂടെ രാത്രി 12 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് നടക്കാൻ ഇന്നും ചിലർ ഭയക്കുന്നു. കാരണം വെളുത്ത വസ്ത്രം, അസാധാരണ സൗന്ദര്യം, മുഖത്ത് ശാന്തമായ പുഞ്ചിരി. അവൾ നിങ്ങളെ വിളിക്കും, സഹായം ചോദിക്കും, നിങ്ങൾ അടുത്തെത്തും. പക്ഷേ അവളുടെ മുഖം പെട്ടെന്ന് മാറും. കണ്ണുകൾ ചുവന്നുപോകും, വലിയ പല്ലുകൾ പുറത്തു വരും. അടുത്ത ദിവസം നിങ്ങളെ പിന്നെ ആരും കണ്ടെത്തില്ല. മിത്തോസ് മലയാളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കേരളത്തിൽ നൂറുകണക്കിന് വർഷങ്ങളായി പറയപ്പെടുന്ന ഒരു കഥയാണിത്. അവളുടെ പേര് യക്ഷി. പക്ഷേ യക്ഷി ശരിക്കും ഒരു ആത്മാവാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം മറച്ചുവെച്ച ഒരു ഇരുണ്ട സത്യമോ? നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. യക്ഷി കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂത സാന്നിധ്യം. പക്ഷേ ഇന്ന് നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ ഒരു സാധാരണ പ്രേതമല്ല അവൾ. സംസ്കൃതത്തിൽ യക്ഷ് എന്ന വാക്ക് ആദ്യം ദൈവിക ജീവികളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. പ്രകൃതിയുമായി ബന്ധമുള്ള ആത്മാക്കളെ, വൃക്ഷങ്ങളുടെ രക്ഷകർ, കാടുകളുടെ സംരക്ഷകർ. പക്ഷേ കേരളത്തിലെ ഫോക്ലോറുകളിൽ യക്ഷി മറ്റൊന്നായി മാറി. അവൾ ഒരു സ്ത്രീയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ വലിയ അനീതി അനുഭവിച്ചവൾ, വഞ്ചിക്കപ്പെട്ടവൾ, സ്നേഹത്തിൽ ചതിക്കപ്പെട്ടവൾ, മരണത്തിന് ശേഷം പ്രതികാരത്തിനായി തിരികെ വരുന്ന ഒരു ആത്മാവ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം? ഇവിടെയാണ് കേരളത്തിന്റെ പഴയ സാമൂഹിക ചരിത്രം കടന്നു വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പ്രണയം, വിവാഹം, സ്വാതന്ത്ര്യം എല്ലാം സമൂഹം തീരുമാനിക്കുന്നത് പോലെയായിരുന്നു. പല സ്ത്രീകളും വഞ്ചനയും ചൂഷണവും അനുഭവിച്ചിരുന്നു. ഫോക്ലോർ കഥകൾ പറയുന്നു, ഇത്തരം അനീതിയിൽ മരിച്ച സ്ത്രീകളുടെ ആത്മാവാണ് യക്ഷിയായി മാറുന്നതെന്ന്. ഒരു വിധത്തിൽ നോക്കിയാൽ യക്ഷി വെറും ഭൂതമല്ല, അനീതിക്കെതിരായി പ്രതികാരത്തിന്റെ പ്രതീകമാണ്. യക്ഷിയെ വേറിട്ട് നിർത്തുന്നത് അവളുടെ സൗന്ദര്യമാണ്. കേരളത്തിലെ പഴയ കഥകൾ പറയുന്നത് അവൾ അതീവ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക എന്നാണ്. വളരെ നീളമുള്ള മുടി, വെളുത്ത സാരി, പാലാപ്പൂവിന്റെ മണം, മുഖത്ത് ആകർഷകമായ പുഞ്ചിരി. അവൾ സാധാരണയായി പുരുഷന്മാരെ മാത്രമാണ് സമീപിക്കാറ്. പക്ഷേ അവളുടെ യഥാർത്ഥ രൂപം കണ്ടാൽ അത് മനുഷ്യനല്ല എന്ന് ഉടനെ മനസ്സിലാകും. ചില കഥകളിൽ അവൾക്ക് നീണ്ട രക്തം വാർന്ന പല്ലുകളുണ്ട്. ചിലർ പറയുന്നു കാലുകൾ പിന്നോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന്. ചിലർ പറയുന്നു കണ്ണുകൾ അസ്വാഭാവികമായി പ്രകാശിക്കും എന്ന്. അടുത്തതായി നമുക്ക് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യക്ഷിക്കഥയിലൂടെ പോകാം. കല്യങ്കാട്ടി നീലിയുടെ കഥ. പണ്ടുകാലത്ത് പലയന്നൂർ എന്ന ഗ്രാമത്തിൽ അതിസുന്ദരിയായ ഒരു യുവതിയുണ്ടായിരുന്നു. അവളുടെ പേര് ലക്ഷ്മി. ഒരു ദേവദാസി കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മി ഗ്രാമത്തിൽ അവളുടെ സൗന്ദര്യത്തിന് പ്രശസ്തമായിരുന്നു. അതേ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു ഒരു ക്ഷേത്ര പൂജാരിയുടെ മകൻ. അവന്റെ പേർ വേലവൻ. കാലക്രമേണ ഇരുവരും പരസ്പരം പ്രണയത്തിലായി. വേലവൻ ലക്ഷ്മിയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ പ്രണയത്തിനിടയിൽ ഒരു വിഷമുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് മകളുടെ സന്തോഷത്തിൽ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് വേണ്ടിയിരുന്നത് വേലവന്റെ പണമായിരുന്നു. ആദ്യം ചെറിയ ചെറിയ ആവശ്യങ്ങൾ അമ്മ അവനോട് പറഞ്ഞു. പിന്നീട് ആഭരണങ്ങൾ, പിന്നീട് ഭൂമി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ വേലവൻ തൻ്റെ സ്വത്തുക്കളും സമ്പത്തും ഒന്നൊന്നായി നഷ്ടപ്പെടുത്തി. അവസാനം അവൻ പൂർണ്ണമായും ദരിദ്രനായി. അപ്പോഴാണ് അവന് ആ സത്യം മനസ്സിലായത്. ലക്ഷ്മിയുടെ സ്നേഹം വെറും ചതിയായിരുന്നു എന്ന്. അപമാനവും നഷ്ടവും സഹിക്കാനാകാതെ വേലവൻ ഗ്രാമം വിട്ട് കാട്ടിലേക്ക് പോയി. ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനായി. ലക്ഷ്മിക്ക് പിന്നീട് ആ സത്യം മനസ്സിലായി. അവളുടെ അമ്മ അവളുടെ സ്നേഹിതനെ ചതിക്കുകയായിരുന്നു എന്ന സത്യം. വേലവൻ താൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ, ക്ഷമ ചോദിക്കാൻ അവൾ അവനെ തേടി കാട്ടിലേക്ക് പോയി. കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ തളർന്നിരുന്ന വേലവനെ അവൾ കണ്ടു. കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം വിശദീകരിച്ചു. ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല, എല്ലാം എൻ്റെ അമ്മയായിരുന്നു. വേലവൻ ഒന്നും പറഞ്ഞില്ല, നിശബ്ദമായിരുന്നു. യാത്രാക്ഷീണം കാരണം ലക്ഷ്മി അവന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. കണ്ണുകൾ അടച്ചു. പക്ഷേ ആ നിമിഷം വേലവന്റെ മനസ്സിൽ അടങ്ങിയിരുന്ന കോപം പൊട്ടിത്തെറിച്ചു. അവൻ പതിയെ ലക്ഷ്മിയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ എല്ലാം ഊരിയെടുത്തു.
ശേഷം അടുത്തു കിടന്ന വലിയൊരു കല്ലെടുത്തു ഒറ്റ അടിക്ക് അവളുടെ തലയോട്ടി ചതച്ചു. രക്തം നിലത്തേക്ക് പടർന്നു. മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി കണ്ണു തുറന്നു പറഞ്ഞു, ഈ അന്യായത്തിന് ഞാൻ തിരികെ വരും. നിന്നെ കണ്ടെത്തും. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. അത് ഒരു ശാപമായിരുന്നു, ഒരു പ്രതിജ്ഞ. കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ സഹോദരൻ അവളെ പിന്തുടർന്നു വന്നു. ചേച്ചിയുടെ മൃതദേഹം കണ്ടപ്പോൾ ആ വേദന സഹിക്കാനാവാതെ അവൻ അതേ രക്തം പുടരേണ്ട കല്ലിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ 2 ജീവനുകൾ അവിടെ അവസാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. കാലം തിരിഞ്ഞു. ആ 2 ആത്മാക്കളും വീണ്ടും ജനിച്ചു. ഇത്തവണ ചോള രാജാവിൻ്റെ മക്കളായി ജനിച്ചവർ. പക്ഷേ ജനിച്ച നാൾ മുതൽ അവർ സാധാരണ കുട്ടികളായിരുന്നില്ല. പകൽ സമയത്ത് സാധാരണ കുട്ടികളെ പോലെ കളിച്ചു നടക്കും. രാത്രിയായാൽ അവരുടെ കണ്ണുകൾ ചുവക്കും. അവർ കൊട്ടാരത്തിലെ ആടുകളെയും കുതിരകളെയും വരെ കീറി തിന്നാൻ തുടങ്ങും. കാവൽക്കാരെയും അവർ ഉപദ്രവിക്കും. ഇതു കണ്ടുനിന്ന രാജാവ് ഭയന്നു. ഇവർ മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കി. അവരെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ അവർ കാട്ടിൽ വളർന്നു. സഹോദരൻ നീലനും സഹോദരി നീലിയും. കാലം കടന്നുപോയി. ഇരുവരും കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ ആക്രമിച്ച് ഭീതി പടർത്താൻ തുടങ്ങി. ഒരിക്കൽ നീലൻ ഒരു പൂജാരിയെ കണ്ടു. പൂജാരിയുടെ അടുത്തേക്ക് അവൻ പതുക്കെ നടന്നു തുടങ്ങി. ഇത് കണ്ട പൂജാരി ശിവനോട് പ്രാർത്ഥിച്ചു. ശിവൻ കുണ്ടോദരനെ വിട്ടു. കുണ്ടോദരനോ നീലന്റെ തല വെട്ടിമാറ്റി. അതോടെ കഴിഞ്ഞു നീലന്റെ കഥ. ഇതു കണ്ട നീലി വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് അവൾ പ്രതികാരദാഹിയായി. അതിനിടയിൽ മുൻജന്മത്തിലെ വേലവൻ വീണ്ടും ജനിച്ചു. ഒരു വ്യാപാരിയായിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ ജനനം. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് പഴയ ശാപത്തിൻ്റെ കഥ അറിയാമായിരുന്നു. അവൾ മകനോട് മുന്നറിയിപ്പ് നൽകി. കല്ലിങ്കാട്ട് വഴി പോകരുത് മകനെ, അവിടെ നീലി കാത്തിരിക്കുന്നു. പക്ഷേ വ്യാപാരയാത്ര അതുവഴിയായിരുന്നു. പോകാതെ വേറെ വഴിയില്ല. പുറപ്പെടുന്നതിന് മുൻപ് അമ്മ അവനൊരു പ്രത്യേക വാൾ നൽകി, അവൻ്റെ രക്ഷയ്ക്കായി. യാത്രക്കിടയിൽ കാട്ടിനുള്ളിലൂടെ പോകുമ്പോൾ ഒരു സ്ത്രീ കുഞ്ഞുമായി വഴിയരികിൽ നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ മറന്നോ? അവൻ്റെ ഹൃദയം നിശ്ചലമായി. അവൾ തുടർന്നു, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണ്. അവൻ ഞെട്ടിപ്പോയി. ഇത് നീലി തന്നെയാണെന്ന് അവന് മനസ്സിലായി. അമ്മയുടെ മുന്നറിയിപ്പ് അവന് ഓർമ്മ വന്നു. അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷേ സമീപത്തുണ്ടായിരുന്ന ഗ്രാമവാസികൾ എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. അവർ കരുതി ഇവൻ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കുകയാണ് എന്ന്. അവർ പറഞ്ഞു, ഇന്ന് രാത്രി ഇവരെ നീ നോക്കണം. നാളെ കാര്യം നമുക്കെല്ലാവർക്കും തീരുമാനിക്കാം. അവനെ ഒരു വീട്ടിൽ പാർപ്പിച്ചു. പുറത്ത് ഗ്രാമവാസികൾ കാവലായി നിന്നു. അങ്ങനെ പതിയെ രാത്രിയായി. അകത്ത് സ്ത്രീ കുഞ്ഞിനെ ഉറക്കാൻ തുടങ്ങി. അവൾ മൃദുവായ സ്വരത്തിൽ പാട്ടുപാടി കുഞ്ഞിനെ ഉറക്കി. ശബ്ദം കേട്ട ഗ്രാമവാസികൾ വിചാരിച്ചു എല്ലാം ശാന്തമാണ്. അവർ പതിയെ മടങ്ങാൻ തുടങ്ങി. അതായിരുന്നു നീലി കാത്തിരുന്നത്. വാതിൽ അടഞ്ഞ നിമിഷം അവളുടെ മുഖം മാറി തുടങ്ങി. കണ്ണുകൾ ചുവന്നു, പല്ലുകൾ നീണ്ടു, മുടി നിലം വരെ വീണു. അവൾ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി, യക്ഷിയുടെ രൂപം. വ്യാപാരി ഉടനെ അവൻ്റെ കയ്യിലുള്ള വാൾ പുറത്തെടുത്തു. പക്ഷേ വാൾ അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു. ഇത് കണ്ട നീലി ഉച്ചത്തിൽ ചിരിച്ചു. അവൾ അവൻ്റെ നെഞ്ചു കീറി കൊന്നു. രക്തം ചുവരിൽ തെറിച്ചു. ശേഷം മേൽക്കുര തകർത്ത് രാത്രിയിലേക്ക് അപ്രത്യക്ഷയായി. പക്ഷേ അവളുടെ പ്രതികാരം ഇതോടെ തീർന്നില്ല. ഇനി അടുത്ത ഊഴം ഗ്രാമവാസികളുടെ. അടുത്ത പ്രഭാതത്തിൽ ഗ്രാമത്തിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ വന്നു. ഇത് വ്യാപാരിയുടെ അമ്മയുടെ രൂപത്തിൽ നീലിയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ മകൻ എവിടെയാണ്? ഗ്രാമവാസികൾ പറഞ്ഞു, യക്ഷി അവനെ കൊന്നു. അവൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ മകൻ്റെ മരണത്തിന് കാരണം. ഗ്രാമവാസികൾ കുറ്റബോധത്തോടെ അവരെ നോക്കി നിന്നു. അവർ തീരുമാനിച്ചു, ഇത്ര വലിയ പാപത്തിന് ഒരു ശിക്ഷ മാത്രം. അവർ ഓരോന്നോരോന്നായി മരിച്ച യുവാവിൻ്റെ ചിത കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ചാടി. ജീവനോടെ ക്ഷമ ചോദിച്ച് പ്രായശ്ചിത്തമായി. അകലെ നിന്നുകൊണ്ട് നീലി ഇതെല്ലാം നോക്കിക്കണ്ടു. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ നീലിയുടെ മുൻജന്മത്തിലെ പാപം ഇപ്പോൾ പൂർണ്ണമായും തീർന്നു. ആ ദിവസത്തിന് ശേഷം കല്ലിങ്കാട്ട് വനത്തിൽ രാത്രിയിൽ സുന്ദരിയായ സ്ത്രീയെ കണ്ടാൽ ആളുകൾ തിരിഞ്ഞു നോക്കാറില്ല.
കല്യങ്കാട്ടി നീലി മാത്രമല്ല കേരളത്തിൻ്റെ യക്ഷിക്കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനയിലും അനീതിയിലും ജനിച്ച നിരവധി യക്ഷിക്കഥകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. മേലാങ്കോട് പ്രദേശത്ത് ഇങ്ങനെ ഒരു കഥയുണ്ട്. ചെമ്പകവല്ലി എന്ന യുവതിയുടെ ഭർത്താവിനെ ഒരു സംഘം കള്ളന്മാർ ക്രൂരമായി കൊലപ്പെടുത്തി. ഭർത്താവിൻ്റെ മരണവേദന സഹിക്കാനാവാതെ അവൾ സതി ചെയ്തു. പക്ഷേ മരണത്തോടെ അവളുടെ കഥ അവസാനിച്ചില്ല. അവളുടെ ആത്മാവ് യക്ഷിയായി മാറിയെന്നാണ് വിശ്വാസം. എന്നാൽ മറ്റ് യക്ഷിമാരെ പോലെ അവൾ ഭീതിയുടെ പ്രതീകമായില്ല. ജനങ്ങൾ അവളെ ഒരു ദേവിയായി കണ്ടു. ഇന്ന് ചില സ്ഥലങ്ങളിൽ അവളെ ആരാധിക്കുന്ന കഥകൾ കേൾക്കാം. മറ്റൊരു കഥ, പൊന്നിരത്താൾ എന്ന ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ കള്ളന്മാർ അവളെ ആക്രമിച്ച് കൊലപ്പെടുത്തി. പക്ഷേ അവളുടെ ആത്മാവ് മടങ്ങിയെത്തി. ഇത്തവണ ഒരു ഇരയായല്ല, ഒരു യക്ഷിയായി. പ്രതികാരം മാത്രം ലക്ഷ്യമാക്കി തിരിച്ചു വന്ന അവൾ തൻ്റെ കൊന്നവരെ ഓരോന്നോരോന്നായി വേട്ടയാടിയെന്നാണ് ഐതിഹ്യം. കേരളത്തിലെ ഏറ്റവും വിചിത്രമായ യക്ഷിക്കഥകളിലൊന്നും തൃശ്ശൂരിലെ വടക്കുനാഥൻ അമ്പലമായി ബന്ധപ്പെട്ടതാണ്. ഐതിഹ്യം പറയുന്നത് അവിടെ ഒരു ചുമർ ചിത്രത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ വരച്ചിരുന്നു. കലയുടെ ആ തീവ്രത, മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ ശക്തി, അവ രണ്ടും ചേർന്നപ്പോൾ ആ ചിത്രം ജീവൻ നേടി എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു യക്ഷി ജനിച്ചു. കേരളത്തിൽ യക്ഷി വെറുമൊരു പ്രേതകഥയല്ല, അത് ഭയപ്പെടുത്താൻ ഉണ്ടാക്കിയ ഒരു കഥ മാത്രവുമല്ല. ഓരോ യക്ഷിക്കഥയ്ക്കും പിന്നിൽ ഒരു സ്ത്രീയുടെ വേദനയുണ്ട്, ഒരു അനീതിയുടെ ചരിത്രമുണ്ട്, വഞ്ചിക്കപ്പെട്ട പ്രണയവുമുണ്ട്, ക്രൂരമായി അവസാനിക്കപ്പെട്ട ജീവിതവുമുണ്ട്. പക്ഷേ മരണം എപ്പോഴും അവസാനമാകണമെന്നില്ല. ചിലപ്പോൾ അതുതന്നെയാകും പ്രതികാരത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ പലരും പറയുന്നത്, രാത്രിയിൽ ഒറ്റയ്ക്ക് ആൽമരത്തിനടിയിൽ നീണ്ട മുടിയുമായി അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ നിങ്ങളെ വിളിച്ചാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം നിങ്ങൾ കാണുന്നത് ഒരു സ്ത്രീയെയല്ല, നൂറ്റാണ്ടുകളായി തീരാത്ത വേദനയുമായി അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവിനെയാവാം. ചിലപ്പോൾ നിങ്ങൾക്കും ആ ഭാഗ്യം ഉണ്ടായേക്കാം, കല്യങ്കാട്ടി നീലിയെ തന്നെ നേരിട്ട് കാണാൻ. കാരണം കേരളത്തിൻ്റെ ഇരുണ്ട ചരിത്രത്തിൽ ചില കഥകൾ മരിക്കാറില്ല. അവ കാത്തിരിക്കും അടുത്ത ഇരയെ തേടി. എല്ലാവർക്കും നന്ദി.